അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ, വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന ജില്ലാ സാരഥികളെ, ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ഈ ശബ്ദത്തിൻ്റെ അടുത്തും അകലെയുമായി ഓൺലൈനിലുമൊക്കെയായി ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രബോധന മേഖല വളരെ സജീവമായി മുന്നോട്ട് പോകുന്നൊരു സന്ദർഭത്തിലാണ് ഈ കോട്ടമൈതാനിയിൽ നാം ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇൻഷാ അല്ലാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 10-11 തീയതികളിൽ മലപ്പുറത്ത് നടക്കാനിരിക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകളാണ് നമ്മുടെ വിസ്ഡം യൂത്ത് കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ജനകീയ വിചാരണ എന്ന ഈ പ്രോഗ്രാമും ഈ കോട്ടമൈതാനിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി സംഘടിപ്പിച്ച, സംവിധാനിച്ച നമ്മുടെ പാലക്കാട് ജില്ലയിലെ വിസ്ഡം യൂത്തിൻ്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കാലഘട്ടത്തിൻ്റെ തേട്ടം ഉൾക്കൊണ്ടുകൊണ്ട് വിസ്ഡം യൂത്ത് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഈ സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ തന്നെ പാലക്കാടിൻ്റെ ഈ ഹൃദയഭാഗത്ത് നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ചെറിയൊരു കാര്യമല്ല. കാരണം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ അവിടെ സംഗമിക്കുകയും വളരെ മനോഹരമായ രീതിയിൽ അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തു. അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ക്ഷീണം, സാമ്പത്തികമായും മറ്റുമൊക്കെയുള്ള ക്ഷീണം തീരുന്നതിന് മുമ്പാണ് ഇവിടെ തന്നെ പാലക്കാട് തന്നെ വീണ്ടും ഇതുപോലെയുള്ളൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് സ്വാഭാവികമായും അതിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാകും. അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഈ പ്രോഗ്രാമിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇത് സംഘടിപ്പിക്കാൻ സാധിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അള്ളാഹു ഇത് നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. വളരെ വലിയ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞുപോയ പ്രഭാഷണങ്ങളിലൊക്കെ ഇവിടെ സംസാരിച്ചത്. ഈ സാമൂഹ്യ മാറ്റങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും മിനിറ്റുകൾ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. സാമൂഹ്യ മാറ്റങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന ഏതൊരു നെഗറ്റീവായ മാറ്റത്തെയും ദീർഘവീക്ഷണത്തോടുകൂടി തിരിച്ചറിഞ്ഞ് അതിനെ പോസിറ്റീവായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നുവെങ്കിൽ സമൂഹത്തിലെ മാറ്റങ്ങൾ നമുക്ക് അനുഗ്രഹമായി വരികയാണ് ചെയ്യുക. അതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോട്ടമൈതാനത്തിൻ്റെ ചരിത്രത്തിന് പറയാനുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മൈതാനമാണ് ഈ കോട്ടമൈതാനവും ഇതിൻ്റെ പരിസരവുമെല്ലാം. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പുള്ള ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോയാൽ തന്നെ പാലക്കാടും പരിസരവും ഈ കോട്ടമൈതാനവും അതിൻ്റെ പിന്നിലുള്ള ടിപ്പു സുൽത്താനുമെല്ലാം അതിനെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതെത്രമേൽ ഇന്ത്യയുടെ ആത്മാവിനെ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊരു ചരിത്ര വിദ്യാർത്ഥിക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. എന്നാൽ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് പോന്ന്
നമ്മുടെ ഇന്ത്യയുടെ ഒരു മാറ്റം, ഒരു വലിയ മാറ്റം ഉണ്ടായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒരു തുടക്കമെന്ന് പറയുന്നത്, ഇത്ര വേഗത്തിലുള്ള ഒരു തുടക്കമെന്ന് പറയുന്നത് ബാബരി മസ്ജിദിൻ്റെ പതനത്തോടു കൂടിയാണ്. ആ ബാബരി മസ്ജിദിൻ്റെ പതനം നടക്കുന്നത് 992 ഡിസംബർ 6-ന്. ഡിസംബർ 6-ന് മസ്ജിദ് തകർക്കപ്പെട്ട ഉടനെയാണ്, അതേ മാസത്തിൻ്റെ അവസാനത്തിലാണ് ഈ കോട്ട മൈതാനിയിൽ, ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈ കോട്ട മൈതാനിയിൽ വെച്ചുകൊണ്ട് മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ആ മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്ന അതിന് സാക്ഷികളായ ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൺലൈനിൽ വീക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ട്. അവരാ കാലഘട്ടം ഇന്ന് ഓർക്കുന്നുണ്ടാകും. ഇന്ത്യ രാജ്യം ഇന്ന് കാണുന്ന ഒരു വർഗീയ വിഭജനത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ തുടക്കമായിരുന്നു അത്. അന്ന് കേരളത്തിലും ഇന്ന് ഉത്തരേന്ത്യയിൽ ഏതൊരവസ്ഥയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതേ അവസ്ഥ കേരളത്തിലും ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാകുവാൻ ഏറെ സാധ്യതയുള്ള ഒരു സന്ദർഭമായിരുന്നു 992 ബാബരി മസ്ജിദിൻ്റെ ആ പതനത്തിനോട് അനുബന്ധിച്ചുണ്ടായ സംഭവ വികാസങ്ങൾ. കേരളത്തിൽ വ്യത്യസ്തങ്ങളായ മുന്നേറ്റങ്ങളുണ്ടായി. ഒരുപാട് തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ രംഗത്തു വന്നു. എന്താണോ ബാബരി മസ്ജിദ് പൊളിച്ച ആളുകൾ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം അതിനോട് അതേ രീതിയിൽ തന്നെ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന്, മലയാളക്കരയിൽ നിന്ന് ഉയർന്ന ഒരു സന്ദർഭമായിരുന്നു അത്. മുസ്ലിം ചെറുപ്പക്കാരെ ഒന്നിച്ച് വിളിച്ചുകൂട്ടി വലിയ സമ്മേളനങ്ങളിൽ ആളുകൾ വളരെ ആരവത്തോടുകൂടി വന്ന് ഒരു തുള്ളി ചോരക്ക് ഒരു കുടം ചോര കൊണ്ട് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കളെ ഭൂമിയിൽ നിന്ന് പൊങ്ങുമാർ ആവേശത്തിൽ അവരെ ആ ഒരു സന്ദർഭത്തിൽ ശത്രുക്കൾ എന്താണോ ഉദ്ദേശിച്ചത് അതേ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം യുവജനതയെ തള്ളിവിടുന്ന വിവേകരഹിതമായ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ മുജാഹിദ് സംസ്ഥാന സമ്മേളനം മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന ആ കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച ഒരു പ്രമേയവുമായി ഈ കോട്ട മൈതാനിയിൽ വേദി ഉയരുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു. അതിൻ്റെ വളണ്ടിയറായി ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ഞങ്ങളിവിടെ വന്നത് ഓർമ്മയുണ്ട്. അന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളും മറ്റു സംഭവ വികാസങ്ങളും ഒന്നും അതിൻ്റെ ഒരു ക്യാൻവാസിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രായമാണ് നമുക്കൊക്കെ. ഒരു സമ്മേളനത്തിൻ്റെ സദസ്സിലേക്ക് രാവിലെ തൊട്ട് തലേന്ന് ഇവിടെ വന്ന് വളണ്ടിയർമാരായി നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ നേതാക്കന്മാരെല്ലാവരും ഒന്നുകൊണ്ട് പറയുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്നതാണ്. കാരണം നാളെ 4 മണിയാകുമ്പോൾ സമ്മേളനം നമുക്ക് തുടങ്ങാൻ കഴിയുമോ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. നമ്മുടെ സമ്മേളനം നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്, ബാൻ ചെയ്തിരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേന്ദ്ര സർക്കാരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ലഭിക്കുമോ, അനുവാദം കിട്ടുമോ എന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന സന്ദേശമാണ് നേതാക്കന്മാർ വളണ്ടിയർമാരോട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തേ അന്ന് നടന്ന ഒരു ചർച്ച, ഈ സമ്മേളനം ഇവിടെ നടന്നാൽ അതിപ്പോഴുള്ള ഇന്ത്യയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുക എന്ന അതീവ സങ്കീർണമായ ഒരു ചർച്ചയാണ് അന്ന് നടന്നുകൊണ്ടിരുന്നത്. ഏകദേശം 24 മണിക്കൂർ നീണ്ടു നിന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണങ്ങൾ. അന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനയുടെ നേതാക്കന്മാരും അന്ന് കേന്ദ്രത്തിലേക്ക് വിളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് ഈ സമ്മേളനം ഇവിടെ ഇപ്പോൾ നടക്കണം എന്നാണ്. ഇന്ന് മുസ്ലിം യുവാക്കൾ വൈകാരികമായി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന്, ആ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയത്തിന് സാധിക്കും. മതം പരസ്പരം അടിക്കാനുള്ളതല്ല, കൊല്ലാനുള്ളതല്ല, അത് കാരുണ്യത്തിന് വേണ്ടിയുള്ളതാണ്, സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ളതാണ് എന്ന ആ സന്ദേശം ഇപ്പോൾ ജനങ്ങൾ കേൾക്കുകയാണ് വേണ്ടത് എന്ന്
അന്ന് നാട് ഭരിച്ചിരുന്ന, കേരളം ഭരിച്ചിരുന്ന പ്രതിപക്ഷത്തും അതുപോലെ തന്നെ ഭരണപക്ഷത്തും ഉണ്ടായിരുന്ന എല്ലാ നേതാക്കളും കേന്ദ്ര സർക്കാരിനോട് ബന്ധപ്പെടുകയും സംഭാഷണം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ചില പരിമിതികളോടുകൂടി, നിയന്ത്രണങ്ങളോടുകൂടി ആ സമ്മേളനം നടത്തുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ആ സമ്മേളനം അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, അന്ന് തലയെടുപ്പുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ആ സ്റ്റേജുകളിൽ വന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരും കത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ അഗ്നിയിലേക്ക് വെള്ളം കോരിയൊഴിക്കുകയായിരുന്നു. ആ സംസാരങ്ങൾ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പത്രക്കാരും എല്ലാവരും കേട്ടു എന്ന് മാത്രമല്ല, അന്ന് വരെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ, മറ്റൊരു സമ്മേളനത്തിന് ലഭിക്കാത്ത രീതിയിൽ മീഡിയകളിൽ വലിയ കവറേജ് ലഭിക്കുകയുണ്ടായി. അതെ, ഇന്ത്യ എങ്ങോട്ട് നീങ്ങണം എന്ന് ദിശ തീരുമാനിക്കുന്നതിൽ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗം എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിന് വളരെ പ്രായോഗികമായ സമീപനങ്ങൾ പകർന്നു നൽകിയ ഒരു സമ്മേളനമായിരുന്നു അത്. ഞാൻ പറയുന്നത് അത് നിഷേധാത്മകമായ ഒരു സംഭവമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ചയും അനുബന്ധമായ സംഭവങ്ങളും ഉണ്ടായത് എങ്കിൽ, അന്ന് നടന്നിക്കുന്ന ഒരു സമ്മേളനത്തെ, ആ ഒരു മാറ്റത്തെ പോസിറ്റീവായി ജനസമൂഹത്തെ എങ്ങനെ വർഗീയ രഹിതമായ സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി പരിവർത്തിപ്പിച്ചു കൊണ്ടുവരാൻ ആ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ അടക്കം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും എല്ലാവരും ഒന്നിച്ച് ചിന്തിച്ചപ്പോ അതിന്റെ ഒരു പരിഹാരമാണ് കേരളത്തിൽ നടന്നത്. ആ ഒരു പരിഹാരത്തോടുകൂടി നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും വർഗീയ അജണ്ടകൾ അങ്ങേയറ്റം വിക്ഷുബ്ധമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ പോലും കേരളത്തിൽ വർഗീയ ശക്തികൾക്ക് നിയമസഭയിൽ ഒരു സീറ്റ് പോലും ഇപ്പോൾ ഇല്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതൊരു സാമൂഹ്യ മാറ്റമുണ്ടാകുമ്പോൾ ദിശനാശാലികളായ നേതാക്കന്മാരും പണ്ഡിതന്മാരും അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ സ്റ്റെപ്പ് വെക്കുന്നു, എങ്ങനെ സമൂഹത്തെ നയിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഒരു സമൂഹം ചിന്തിക്കുക എന്നതിൻ്റെ ഉട്ടോപ്പിയല്ല, സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ഇത്രയും കാലം 992 മുതൽ 2024 ഈ ഒരു കാലഘട്ടം വരെ എടുത്തു നോക്കുമ്പോൾ അങ്ങേയറ്റം വിക്ഷുബ്ധമായ വെറുപ്പ് കൊണ്ട് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും കേരളം ഒരു തുരുത്തായി നിൽക്കുന്നുണ്ട് എങ്കിൽ അന്നത്തെ ഒരു സമ്മേളനം കൊണ്ട് മാത്രമാണ് അത് നിൽക്കുന്നത് എന്ന വിഡ്ഢിത്തമല്ല ഞാൻ പറയുന്നത്, അല്പത്തമല്ല ഞാൻ പറയുന്നത്. അന്ന് എല്ലാവരും, കേരളത്തിലുള്ള മലയാളികൾ മുഴുവനും അതിനുവേണ്ടി ചിന്തിച്ചപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾക്ക് കഴിഞ്ഞ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ലിബറലിസത്തിനെതിരിൽ ജനകീയ വിചാരണയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഒരു വലിയ ഒരു സന്ദേശമുണ്ട് ഇതിൽ. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം, ഒരു ഭാഗത്ത് വർഗീയതയാണ് എങ്കിൽ ആ വർഗീയത കേരളത്തിലും മനുഷ്യന്മാരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും എത്രത്തോളം അതിന് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കളമശ്ശേരി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കളമശ്ശേരിയിൽ ഒരു വിഭാഗം അവിടെ നടക്കുന്ന പ്രാർത്ഥനാ യോഗത്തിലേക്ക് ബോംബ് പൊട്ടിച്ച് 8ഓളം ആളുകൾ അവിടെ മരണപ്പെട്ടു ഈയിടെയായിട്ട്. ആ 8 ആളുകൾ മരിച്ച സംഭവം ഒരു ഭീകരാക്രമണമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതൊരു സാധാരണ ചരമകോളത്തിലെ വാർത്തയായി ഒതുങ്ങിപ്പോയത് നമ്മൾ കണ്ടു. അന്നെങ്ങാനും ഡൊമിനിക് മാർട്ടിൻ എന്ന് പറയുന്ന അതേ സമുദായത്തിൽപ്പെട്ട ആ വ്യക്തി ഞാനാണ് ചെയ്തത് എന്ന ആ ഒരു കാര്യം വെളിപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ എന്ത് ചർച്ചയാണ് നടക്കുക എന്നത് ആ 9 മണി മുതൽ 11 മണി വരെയുള്ള ചർച്ചകൾ, ഓൺലൈനിന്റെ ചർച്ചകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. സാധാരണക്കാരല്ല, കേന്ദ്രമന്ത്രി മുതൽ അവരുടെ IT വിഭാഗത്തിലെ വലിയ വലിയ ആളുകൾ മുതൽ ഒരുപാട് ആളുകൾ ആ സമയത്ത് ഇത് എങ്ങനെയെങ്കിലും ഇവിടെയുള്ള ന്യൂനപക്ഷത്തിന്റെ വിശിഷ്യ മുസ്ലിമീങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിശ്രമങ്ങൾ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ യഥാർത്ഥ പ്രതി വന്നുകൊണ്ട് ആ സത്യം വിളിച്ചു പറഞ്ഞതോടുകൂടി അത് നേരെ തിരിച്ചുള്ള നരേറ്റീവായി മാറി. അത് പറഞ്ഞവരൊക്കെ തലതാഴ്ത്തേണ്ടി വന്നു, പോസ്റ്റുകൾ പിൻവലിക്കേണ്ടി വന്നു. നമ്മളത് കേരളം കണ്ടതാണ്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ആ ബാബരി മസ്ജിദ് വെച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ വർഗീയ ശക്തികൾ ഇപ്പോഴും അധികാരത്തിലിരിക്കുന്നത്. ഇനിയും അധികാരത്തിൽ തുടരാൻ വേണ്ടി അത് തന്നെ വെച്ചുകൊണ്ട്
എന്ത് മുതലെടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പുതിയ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം അടുക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ രാജ്യത്തൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് രംഗം വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഉത്തർപ്രദേശിൽ നിന്ന് ഒരു മെസ്സേജ് വന്നത്. 2 മുസ്ലിം ഐഡികളിൽ നിന്ന്, മുസ്ലിം പേരുകളിൽ നിന്നാണ് മെസ്സേജ് വരുന്നത്. എന്താണ്? പുതിയ രാമക്ഷേത്രം ബോംബ് വെക്കാൻ, അട്ടിമറിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, യോഗി ആദിത്യനാഥിനെ വധിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള 2 മെസ്സേജുകളാണ് വന്നത്. അത് മുസ്ലിം ഐഡിയിൽ നിന്നാണ്. ആലോചിച്ച് നോക്കൂ, ഈ രാജ്യം കത്താൻ പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? പക്ഷേ അതിനെക്കുറിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് അത് 2 മുസ്ലിം നാമധാരിക മുസ്ലിമീങ്ങളല്ല എന്നും അത് മറ്റു ഗോരക്ഷാ സേനയുടെ പിന്തുണയുള്ള, സംഘടനയുടെ പിന്തുണയുള്ള 2 പ്രവർത്തകരാണ്. അവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരല്ല. അവരെ ഇപ്പോൾ പോലീസ് പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആ പ്രതികളെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? ഇങ്ങനെ എങ്ങനെയെങ്കിലും 2024 ആകുമ്പോഴേക്ക് ഈ രാജ്യത്തെ ഇനിയും ഈ ബാബരി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾ വെച്ചുകൊണ്ട് വീണ്ടും വിഭാഗീയവൽക്കരിക്കാൻ കഴിയുമെന്ന ആലോചനയാണ് ഒരു ഭാഗത്ത് നടക്കുന്നതെങ്കിൽ, മറുഭാഗത്ത് നമ്മുടെ വീടിനെയും കുടുംബത്തെയും സമൂഹത്തെയും അടിമേൽ ഇളക്കി മറിക്കുന്ന ലിബറലിസത്തിന്റെ, മതനിരാസത്തിന്റെ, മതനിഷേധത്തിന്റെ ഒരു കൊടുങ്കാറ്റാണ് ഇന്ന് കേരളത്തിലേക്ക് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്, ആശയപരമായി ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ആ ആശയപരമായി ചെറുത്തു തോൽപ്പിക്കുന്നതിന്റെ ഭാഗമാണ് വിസ്ഡം യൂത്ത് ഫെബ്രുവരി 10, 11 തീയതികളിൽ മലപ്പുറത്തിന്റെ മണ്ണിൽ ഐതിഹാസികമായ ഒരു യുവജന സമ്മേളനത്തിന് വേണ്ടി വേദിയൊരുക്കിയിരിക്കുന്നത്. രാജ്യത്തിന്റെ നിർമ്മാണാത്മകമായ, ക്രിയാത്മകമായ ചലനങ്ങളോടൊപ്പം എന്നും നിന്നിട്ടുള്ളത് യുവാക്കളാണ് എന്ന ചരിത്രം അതിന് സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് കേരളത്തിൽ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ സന്നദ്ധ സേവന രംഗത്തുമൊക്കെ ഒരുപാട് യുവജന സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിസ്ഡം യൂത്ത് അല്പം കൂടി മാറി നടക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വൈകുന്നേരം രാത്രി നടക്കുന്ന അന്തിച്ചർച്ചകളിൽ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നടത്തുകയും പിറ്റേ ദിവസം ഇറങ്ങുന്ന പത്രങ്ങളിൽ ഏതാനും ലേഖനങ്ങൾ വരികയും സാധാരണ രീതിയിൽ പ്രതിപക്ഷ നേതാവും അനുബന്ധ ആളുകളും വന്നുകൊണ്ട് അതിലൊരു പ്രതിഷേധം പറയുകയും ചെയ്യുന്നതോടുകൂടി ആ വിഷയം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും. അതിനപ്പുറത്തേക്ക് ആ സംഭവിച്ച പ്രശ്നങ്ങൾക്ക് എന്തുണ്ട് പരിഹാരം? ഓരോ കുടുംബങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നന്നാക്കിയെടുക്കാൻ കഴിയും, അതിനെങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പലപ്പോഴും പലർക്കും കഴിയുന്നില്ല. അവിടെയാണ് വിസ്ഡം യൂത്ത് പൂരിപ്പിക്കുന്നത്. കേരളത്തിന്റെ മുക്കുമൂലകളിലൂടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ വെച്ച് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് യുവാക്കൾ ചെയ്യേണ്ടത്, ആ യുവത്വം നിർവചിക്കപ്പെടുന്നു. നമ്മുടെ മനസ്സിലുള്ള ആ നരേറ്റീവ് എടുത്തുമാറ്റി പോസിറ്റീവായി യുവാക്കളുടെ ശക്തിയെ, അവരുടെ ദിശണയെ, അവരുടെ സമ്പത്തിനെ എങ്ങനെ തിരിച്ചുവിടാൻ കഴിയും എന്നുള്ള ചിന്ത നടത്തി അതിനുള്ള പ്രോഗ്രാമുകളാണ് കേരളത്തിന്റെ ഓരോ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കണ്ട് ഭയന്ന് നിൽക്കുകയല്ല നമ്മൾ വേണ്ടത്, വിരല് കടിക്കുകയല്ല നമ്മൾ വേണ്ടത്, ഇനി എന്ത് ചെയ്യുമെന്ന് അന്തം വിട്ട് നിൽക്കുകയല്ല നമ്മൾ വേണ്ടത്. മറിച്ച് അതിനെ തന്നെ വെച്ചുകൊണ്ട് എങ്ങനെ സമൂഹത്തിനെ ശരിയായ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു നടത്താൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയും അജണ്ടകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നിടത്താണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ ഒരു മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു തോന്നലുണ്ട്, പൊതുവേ ഒരു തോന്നൽ വന്ന് കയറിയിട്ടുണ്ട്. അതെന്താണ്? മുമ്പുള്ള കാലം വളരെ ശോഭനമായിരുന്നു, പണ്ടുള്ള കാലം വളരെ ഗംഭീരമായിരുന്നു, നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഫാഷിസവും ലിബറലിസവും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് എന്ന ഒരു ധാരണ പൊതുവേ വരുന്നുണ്ട്. അത് അത്രമേൽ ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുമ്പുള്ള കാലത്ത് ഇതല്ലെങ്കിൽ മറ്റൊരു നിലത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തിനധികം 947 നമുക്ക് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ വായു ശ്വസിക്കാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് വക്കം അബ്ദുൽ ഖാദർമാർ,
അലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മലബാറിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായി മാറിയിട്ടുണ്ട്. വാഗൺ ട്രാജഡി ആർക്കാണ് മറക്കാൻ കഴിയുക? ജാലിയൻ വാലാ ബാഗ് ദുരന്തം ആർക്കാണ് വിസ്മരിക്കാൻ കഴിയുക? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ ഓരോ രംഗവും നമുക്ക് മറക്കാൻ കഴിയുമോ? നമ്മുടെ മുൻഗാമികൾ എത്രമേൽ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഒരുപാട് കാലങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് മതനിരാസം കടന്നു വരുന്നതെങ്കിൽ ശാസ്ത്രത്തിന്റെ മേലൊപ്പ് ചാർത്തിക്കൊണ്ട് മതനിഷേധ പ്രവണതകൾ കൊണ്ടുവരാൻ വേണ്ടി മുൻകാലഘട്ടങ്ങളിലും ആ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് ആ കാലഘട്ടത്തിൽ നടത്തിയ ഓരോ ക്യാമ്പയിനിന്റെ പ്രമേയങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിലും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് വർഗീയവൽക്കരണങ്ങൾ കടന്നു വന്നതിന്റെ മൂർത്തമായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് വർഗീയവൽക്കരിക്കപ്പെടുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന ക്യാമ്പയിൻ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിന് അന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി സംഭവങ്ങൾ നമുക്ക് കാണാം. ശാസ്ത്രത്തിന്റെ മേൽക്കുപ്പായമണിഞ്ഞ് ഇനി ദൈവത്തിന്റെ ആവശ്യമില്ല എന്ന പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നപ്പോഴാണ് അന്നത്തെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രം ദൈവത്തിലേക്കാണ് തിരിഞ്ഞു നടക്കുന്നത് എന്ന ക്യാമ്പയിൻ നടത്തിയത്. അങ്ങനെ എത്രയെത്ര ക്യാമ്പയിനുകൾ. അതൊക്കെ നടത്താനുണ്ടായ ഒരു പരിസരം എന്ന് പറയുന്നത് ഈ മതനിരാസവും ലിബറലിസവും അതുപോലെ തന്നെ ഫാസിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ അളവിൽ മുൻകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുൻഗാമികൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നേർവഴിക്ക് നടത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പഴയ കാലമൊക്കെ നന്നായിരുന്നു, ഇപ്പോഴാണ് മോശമായത് നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് നാം കടന്നു കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടം അഭിമുഖീകരിക്കുന്ന ഈ ലിബറലിസത്തെ കൃത്യമായി മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ, ചെറുത്തു തോൽപ്പിക്കുവാൻ നമ്മൾ മുൻഗാമികൾ ചെയ്തതുപോലെ തന്നെ നമ്മളും മുന്നിലുണ്ടാവുക എന്നതാണ് ഈ ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാം ഇന്നത്തെ മലയാളിയിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്, ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. കൂടുതൽ സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് മലയാളിക്കുണ്ട്. ചെറിയ ചെറിയ കാരണത്തിൻ്റെ പേരിൽ പെട്ടെന്ന് ക്ഷോഭം വരുന്നു. എന്താണ് ചെയ്തു കൂട്ടുക എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. എത്ര സംഭവങ്ങളാണ് നമ്മുടെ ചിത്രങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വായിക്കുന്ന പത്രങ്ങളിലൂടെ ഹെഡിങ്ങുകൾ മാത്രമേ നമുക്ക് വായിക്കാൻ കഴിയുന്നുള്ളൂ. ഇതിനുള്ളിലേക്ക് പോയി വായിക്കാൻ പലപ്പോഴും സാധ്യമാകുന്നില്ല. ചെറിയ കുട്ടികളെ മഴ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്ന രംഗം, അതുപോലെ തന്നെ സ്വന്തം ബീജത്തിൽ പിറന്ന കുഞ്ഞിനെ കയ്യിൻ്റെ മുട്ടുപയോഗിച്ചുകൊണ്ട് അതിനെ തലയോട്ട് കുത്തിപ്പൊട്ടിക്കുന്ന രംഗം കൊച്ചിയിൽ നമ്മൾ കണ്ടതാണ്. സ്വന്തം മാതാവ് കുട്ടിയെ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന രംഗം ആവർത്തിച്ച് നമ്മൾ കണ്ടതാണ്. എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഭിന്നശേഷിക്കാരായ കുട്ടികളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മാതാപിതാക്കൾ. എന്താണ് മലയാളിക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ വളരെ സെൻസിറ്റീവായ ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ അധ്വാനിക്കാൻ മടിയുള്ള ഒരു സാഹചര്യം എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിഥി തൊഴിലാളികൾ കൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ളതുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, ആർഭാടമാണ് മുന്നിൽ. അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പോലും പണമില്ലാത്തവൻ വലിയ വീടുണ്ടാക്കുന്നു, വലിയ വാഹനങ്ങൾ വാങ്ങുന്നു, അതിന് ബാങ്കിൽ കൊണ്ടുപോയി ആധാരം വെക്കുന്നു, ലോണിന് മേൽ ലോൺ എടുക്കുന്നു. അങ്ങനെ ഒന്നിനും സാധിക്കാത്ത രീതിയിൽ അവസാനം എല്ലാ കണക്കുകൂട്ടലും പൊട്ടിപ്പോകുമ്പോൾ ആത്മഹത്യയിൽ അഭയം തേടുന്ന സാഹചര്യം. സാമ്പത്തിക തട്ടിപ്പിന് വിവിധങ്ങളായ മാർഗങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിച്ച് വികാരപരമായ പ്രശ്നങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ രോഗം വർദ്ധിക്കുകയും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയും അങ്ങനെ ശരീരത്തിൽ വ്യായാമമില്ലാത്തതിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ. അതുപോലെ നമുക്കറിയാം ഒരു പാശ്ചാത്യ മാനിയ ഇന്ന് കടന്നു വന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്തൊക്കെയാണോ നടന്നിരുന്നത് അതൊക്കെ ഇവിടേക്ക് അതുപോലെ പറിച്ചു കൊണ്ടിരിക്കുന്നു. നൈറ്റ് ലൈഫ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രൽ സംസ്കാരം, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകൾ, വൃദ്ധസദനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ,
അങ്ങനെയുള്ള ഒട്ടനവധി സംഗതികൾ ഇപ്പോഴാണ് കേരളത്തിൽ സജീവമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ നാടുകൾ അതൊക്കെ ചവച്ചു തുപ്പി ഒഴിവാക്കി അവർ അതിൽ നിന്ന് തിരിച്ചു നടക്കുമ്പോൾ നമ്മൾ ആ ഗർത്തത്തിലേക്ക് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപരീത കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. എന്താ പരിഹാരം? ജീവിത വീക്ഷണം നന്നാക്കുക എന്നതല്ലാതെ മറ്റൊരു പരിഹാരവും ഇതിനില്ല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതവും മരണവും എന്ന് പറയുന്നത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി ജീവിക്കുന്നത് എന്ന് പരീക്ഷിക്കാനും പരിശോധിക്കാനുള്ളത് മാത്രമാണെന്ന്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും വേഗം ആത്മഹത്യ ചെയ്യുകയല്ല വേണ്ടത്, വേഗം മറ്റവനെ കൊലപ്പെടുത്തുകയല്ല വേണ്ടത്, മറ്റുള്ളവനെ പിടിച്ചുപറിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഞാൻ എന്തിനാണ് ഈ ഭൂമി ലോകത്ത് വന്നത് എന്ന് സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ജീവിതം ഇവിടെയല്ല. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖ. ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും നാളെ പരലോകത്താണ്. ജീവിതത്തിന് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ ജീവിക്കാനുള്ള ഒരു പരീക്ഷാ ഹാളാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. വളരെ കൃത്യമാണ് ആയത്ത്. എല്ലാവരും മരണത്തിൻ്റെ രുചി ആസ്വദിക്കും. ഞാനിവിടെ സംസാരിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്കിന്ന് വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്ന് ആർക്കും ഉറപ്പ് പറയാൻ കഴിയും? ഒരാൾക്കും പറയാൻ കഴിയില്ല. അത്ര നിസ്സാരന്മാരാണ് നമ്മൾ. ഇനി മരണത്തോടു കൂടി ജീവിതം അവസാനിക്കോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും കൃത്യമായ പ്രതിഫലം നൽകുന്നത് നാളെ പരലോകത്താണ്. ആ പരലോകത്താണ് നമുക്ക് പ്രതിഫലം കിട്ടാനുള്ളത്. അത് നന്മ ചെയ്തവന് പൂർണ്ണമായ നന്മയും തിന്മ ചെയ്തവർക്ക് കൃത്യമായ ശിക്ഷയും. അത് കൊടുക്കാൻ ഇവിടുത്തെ ഒരു കോടതിക്കും കഴിയില്ല. ഒരു വീട് കത്തി, അയൽപ്പക്കത്തൊരു വീട് കത്തി, നമ്മൾ പെട്ടെന്ന് ഓടിച്ചെന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്, 2-3 ആളുകളുണ്ട്. ഓരോരുത്തരെയും നമ്മൾ രക്ഷപ്പെടുത്തി. അവസാനത്തെ കുട്ടിയെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുകയിൽപ്പെട്ട് ശ്വാസം മുട്ടി ആ തീയിലേക്ക് നമ്മൾ വീണ് ആ മനുഷ്യൻ അവിടെ വെച്ച് മരണപ്പെടുന്നു, കത്തിക്കരിഞ്ഞു പോകുന്നു. ആ വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടു, പക്ഷെ രക്ഷപ്പെടുത്തിയ ആൾ മരിച്ചു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അയാൾ ആ ചെയ്ത നന്മക്ക് കൂലി കൊടുക്കാൻ ഇവിടെ എന്ത് സംവിധാനമുള്ളത്? എന്ത് മാർഗമുള്ളത്? ഇതിൻ്റെ പേരാണ് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് പൂർണ്ണമായ പ്രതിഫലം, അവർ ചെയ്തതിൽ നിന്നുള്ള നന്മ അവിടെ കൊടുക്കും. അത് വേണ്ടേ? നമ്മളെ മനസ്സ് പറയണില്ലേ? അതിൻ്റെ പേരാണ് പരലോകം. ഗസയിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും പേടിച്ച് വിറങ്ങലിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. ഏത് സമയത്താണ് ബോംബ് വന്ന് വീഴുക എന്നറിയാതെ 10-30,000-ഓളം അധികം ആളുകൾ അവിടെ മരണപ്പെട്ട് കഴിഞ്ഞു. അതിൽ കൂടുതലും കുട്ടികളാണ്. ആ കുട്ടികളെ കൊന്നു തീർത്ത കിരാതന്മാരെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും? എത്ര പ്രാവശ്യം അവരെ കൊല്ലാൻ പറ്റും? അതെ, അവർക്കൊരു ശിക്ഷ വേണമെന്ന് ആ ദൃശ്യം കാണുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നു. ആ ശിക്ഷ കൊടുക്കുന്ന നാളിൻ്റെ പേരാണ് പരലോകമെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പരലോകത്ത് അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങൾക്കും കർമ്മങ്ങൾക്കുള്ള പൂർണ്ണ പ്രതിഫലം കിട്ടുക. അപ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷ. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൽ വിശ്വസിക്കണം, അവനെ മാത്രം ആരാധിക്കണം, അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണം എന്ന ഒരു ബോധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരിക എന്നതാണ് ഇതിനൊക്കെയുള്ള പരിഹാരം. അപ്പോൾ മനുഷ്യൻ സ്വസ്ഥതയുള്ളവനാകും, അച്ചടക്കമുള്ളവനാകും. അവന് വർഗീയവാദിയാകാൻ കഴിയില്ല, അവനൊരിക്കലും പലിശക്കാരനാകാൻ കഴിയില്ല, അവനൊരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല, അവൻ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുകയില്ല, അവൻ ഭാര്യയെ കഴുത്തറുത്ത് കൊല്ലുകയില്ല, അവൻ പ്രണയ കൊലപാതകങ്ങളിലേക്ക് പോവുകയില്ല, അവൻ വഞ്ചിക്കുകയില്ല, അവൻ വ്യഭിചരിക്കുകയില്ല. വളരെ സമാധാനമുള്ള ഒരു വീടും ഒരു നാടും ഒരു രാഷ്ട്രവും നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും. ആ ഒരു മെസ്സേജാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം യൂത്ത് ഈ സമ്മേളനത്തിലൂടെയും ഈ ഒരു പ്രോഗ്രാമിലൂടെയും മുന്നോട്ട് വെക്കുന്നത്. അതിന് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ മെസ്സേജ് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ യുവാക്കളെയും യുവതികളെയും 18 വയസ്സ് മുതൽ 43 വയസ്സിൻ്റെ ഇടയിലുള്ള യുവാക്കളെ മലപ്പുറത്തേക്ക് വ്യക്തിപരമായി ഞാനും ക്ഷണിക്കുകയാണ്. നിങ്ങളെല്ലാവരും വരണം. അവിടെ ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് ആ സമ്മേളനം ഒരു ചരിത്രമാകണം. ഈ പരിഹാരത്തിൻ്റെ ശരിയായ ശബ്ദം നമുക്ക് ഒന്നിച്ച് കേൾപ്പിക്കണം. ഞാൻ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ കാത്തു നിൽക്കുന്ന മനുഷ്യരെ
നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, ഈ നന്മയുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ എന്ന് അവിടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. യുവാക്കൾക്ക് നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നമ്മൾ പകർന്നു കൊടുക്കണം. അത് നമ്മുടെ നാടിൻ്റെ ഒരാവശ്യമാണ്. ആ ആവശ്യത്തോടൊപ്പം എല്ലാവരുടെ പ്രാർത്ഥനയും മനസ്സും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.